Dear students, ഇന്നത്തെ വീഡിയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ TCP/IP പ്രോട്ടോക്കോളിനെ കുറിച്ചാണ്. ആദ്യമേ എന്താണ് TCP/IP പ്രോട്ടോക്കോൾ എന്ന് നോക്കാം. TCP എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആണ്. IP is Internet Protocol. This is a network model used in the current Internet architecture. Protocol എന്താണ് ഈ പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ these are set of rules that govern every possible communication over a network. ഇപ്പോൾ കോവിഡിലൊക്കെ പ്രോട്ടോക്കോൾസ് ഉണ്ട്. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ പേഴ്സണൽ സേഫ്റ്റി കീപ്പ് ചെയ്യാം, അതൊക്കെ കോവിഡ് പ്രോട്ടോക്കോളാണ്. അതേപോലെ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഈ പ്രോട്ടോക്കോളാണ് ഒരു കമ്പ്യൂട്ടറിന് വേറെ കമ്പ്യൂട്ടറിലെ ഡാറ്റ എങ്ങനെ പോകണം തീരുമാനിക്കുന്നത്. TCP/IP ഡെവലപ്പ് ചെയ്തത് ഡിഫൻസ് പ്രോജക്ട് റിസർച്ച് ഏജൻസിയാണ്. TCP/IPക്ക് 5 ലെയറാണ് ഉള്ളത്. നമ്മൾ നേരത്തെ OSI മോഡൽ പഠിച്ചു. OSI മോഡലിൽ 7 ലെയറാണ് ഉള്ളത്. അതൊക്കെ ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. TCP/IP ആകുമ്പോൾ ഇതിനകത്ത് കുറച്ച് ലെയേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒന്നാക്കും. ഫോർ എക്സാമ്പിൾ, ആപ്ലിക്കേഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും സെഷൻ ലെയറൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ലെയറേ ഉള്ളൂ, ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ അതേ ഫംഗ്ഷൻ തന്നെ. ഇന്റർനെറ്റ് ലെയർ TCP/യുടെ പേരെന്താണ്? ഇന്റർ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. Data link layer is same as data link layer. Physical layer is same as physical layer. ചില നെറ്റ്വർക്കിൽ ഡാറ്റാ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറോടെ കമ്പൈൻ ചെയ്ത് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയും. ദാറ്റ് ലെയർ ഓൾസോ വിൽ ബി കമ്പൈൻ. സോ ഇൻ ജനറൽ നമ്മൾ പറയുമ്പോൾ TCP/IPയിൽ 5 ലെയറാണ് ഉള്ളത്. പക്ഷേ ചില ടെക്സ്റ്റ് ബുക്കിൽ 4 ലെയറുകളെന്ന് കാണിക്കും. ഈ 4 ലെയർ എങ്ങനെയാവുന്നത്? ഡാറ്റാ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയർ കൂടെ ഒന്നാക്കും, ദാറ്റ് ഇസ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഓക്കെ, എങ്ങനെ വന്നാലും 5 4 ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡന്റ് ആണ്. എങ്ങനെ വന്നാലും 5 ലെയർസ് ഉണ്ടാവും. കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 4 ലെയർസ്. നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് 5 ലെയറാണ് ഉള്ളത്. ഫിസിക്കൽ ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, ഇന്റർനെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇനി ഓരോ ലെയറിന്റെ ഫംഗ്ഷൻ ഒക്കെ നോക്കാം. ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷനുമായി ഡീൽ ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്നത്. ഡാറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയർ OSI അതുപോലെ തന്നെ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. ഒരു സോഴ്സിൽ നിന്നുള്ള സോഴ്സ് മെഷീനിൽ നിന്ന് ആ പ്രോസസ് എങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. സോ ട്രാൻസ്പോർട്ട് ലെയറിന് പോർട്ടിന്റെ അഡ്രസ് വേണം. നമ്മളിപ്പോൾ ഒരു ഷിപ്പൊക്കെ വരികയാണ്, കൊച്ചിയിൽ വരികയാണെങ്കിൽ കൊച്ചിക്ക് ഒരു പോർട്ട് ഉണ്ട്. ആ പോർട്ടിലേക്ക് വരുള്ളൂ. ആ പോർട്ടിന്റെ അഡ്രസ് അറിയണം, നാവിഗേഷൻ അഡ്രസ് അറിയണം. അതേപോലെ ഡേറ്റ പറയുമ്പോൾ ഡേറ്റയ്ക്ക് പല പോർട്ടുകൾ ഉണ്ടാവും. വെബ് പേജിൽ ഒരു പോർട്ടായിരിക്കും, ഇമെയിൽ ആണെങ്കിൽ വേറെ പോർട്ടായിരിക്കും. ഓരോ പോർട്ടുണ്ട്. ആ പോർട്ടിന്റെ അഡ്രസ് നോക്കുന്ന അറിയുന്ന ആൾ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ഓർ ഇന്റർനെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത് നോഡ് ടു നോഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ നോഡ് ടു നോഡ് കമ്മ്യൂണിക്കേഷന് IP അഡ്രസ് അറിയണം. ഓക്കെ, അടുത്ത സെക്ഷൻ IP അഡ്രസ് എന്താണെന്ന് പറയാം. IP അഡ്രസ് അറിയണം. IP അഡ്രസ് 4 കമ്പണന്റാണ് ഉള്ളത്. ആ IP അഡ്രസ് നെറ്റ്വർക്ക് ലെയർ അറിയണം. നെക്സ്റ്റ് ഡാറ്റാ ലിങ്ക് ലെയർ ആണ്. ഡാറ്റാ ലിങ്കിൽ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ മുതലായവയെല്ലാം ഡാറ്റാ ലിങ്ക് ലെയർ ചെയ്യുക. ഫിസിക്കൽ ലെയർ ഡീൽസ് വിത്ത് ഓൾ ദ മെക്കാനിക്കൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ by ഫിസിക്കൽ ലെയർ. ഓക്കെ, ഇതാണ് ഒരു ജനറൽ ഇന്റർഫേസ്. ഏറ്റവും ടോപ്പിൽ ആപ്ലിക്കേഷൻ ലെയർ ഉള്ളത്. ആപ്ലിക്കേഷൻ ലെയർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷൻ റിക്വയർഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഹോസ്റ്റ് എയുള്ള വെബ് ബ്രൗസർ ഹോസ്റ്റ് ബിയിലുള്ള വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. യൂഷ്വലി TCP/IP ഇംപ്ലിമെന്റ് ആസ് എ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. വെബ് ബ്രൗസർ എപ്പോഴും ക്ലയന്റ് ആയിരിക്കും, വെബ് സെർവർ എപ്പോഴും ഹോസ്റ്റ് ആയിരിക്കും. വെബ് സെർവർ എപ്പോഴും സെർവ് ചെയ്യുന്ന ആളായിരിക്കും. ഇത് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, TCP ലെയറിൽ പ്രധാനമായിട്ട് 2 പ്രോട്ടോക്കോളാണ്. ഒന്ന് TCP, ഒന്ന് UDP. Transport layer establishes connection between applications on different hosts. അത് നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയറിൽ പ്രധാന പ്രോട്ടോക്കോളാണ് IP. It's responsible for creating packets that move across the network. നേരത്തെ OSI പറഞ്ഞ പോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് ലെയറിന്റെ യൂണിറ്റ് പാക്കറ്റ് ആയിരിക്കും. It transfers packets with virtual IP address. അത് ഡാറ്റാ ലിങ്ക് ലെയർ ആണ്. ഡാറ്റാ ലിങ്ക് MAC എന്നൊരു പറയും. ഡാറ്റാ ലിങ്ക് ലെയർ is responsible for creating frames that move across the network. MAC means Media Access Control, the physical address of the network. ഇതുവരെ പറഞ്ഞ എല്ലാം വെർച്വൽ അഡ്രസ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലാണ് ആ നെറ്റ്വർക്കിന്റെ യഥാർത്ഥ അഡ്രസ് ഉള്ളത്. ഫിസിക്കൽ അഡ്രസ് ഡീൽ ചെയ്യുന്ന ആളാണ് ഡാറ്റാ ലിങ്ക്. അടുത്ത ഫിസിക്കൽ ലെയർ ആണ്. ഫിസിക്കൽ ലെയർ ഇസ് എ ട്രാൻസ്സീവർ ദാറ്റ് ഡ്രൈവ്സ് ദ സിഗ്നൽസ് ഓവർ നെറ്റ്വർക്ക്. സിഗ്നൽസ് എങ്ങനെ ബിറ്റ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സിഗ്നൽ എത്ര നേരം ഡ്യൂറേഷൻ ഉണ്ട്, എത്ര 1 എത്ര വോൾട്ടേജ് വേണം, 0 എത്ര വോൾട്ടേജ് വേണം, ഇതെല്ലാം നിൽക്കുന്നത് ഫിസിക്കൽ ലെയറാണ്. ഓക്കെ, ഈ ലെയറിൽ ഓരോന്നും പ്രോട്ടോകോൾസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോളാണ് HTTP, SMTP എന്നൊക്കെ. ആ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് മെസ്സേജ് ആണ്.
ട്രാൻസ്പോർട്ട് ലെയർ ആകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ, ഒന്ന് യു ഡി പിയും ഒന്ന് ടി സി പിയും. ഇത് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാംസ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പോർട്ട് അഡ്രസ് വേണം, പോർട്ട് നമ്പർ വേണം. നെറ്റ്വർക്ക് ലെയറിൽ നെറ്റ്വർക്ക് ഒരു ഇന്റർനെറ്റ് ലെയർ എന്ന് പറയാം, ഐ പി ആണ് പ്രോട്ടോകോൾ. ഇതിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ യൂണിറ്റിന്റെ പേര് പാക്കറ്റ്സ് ആണ്. ഡാറ്റ ലിങ്ക് ലെയർ ആകുമ്പോൾ എത്തർനെറ്റോ വൈഫൈ ആയിരിക്കും പ്രോട്ടോകോൾ. യൂണിറ്റിന്റെ പേര് ഫ്രെയിംസ് ആയിരിക്കും. ഫിസിക്കൽ ലെയർ ആണെങ്കിൽ കോയാക്സിയൽ കേബിൾ 10 അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ 10 802. അതായത് ആ ട്വിസ്റ്റഡ് പെയറിന്റെ അഡ്രസ്സിംഗ് പ്രോട്ടോകോൾ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡാറ്റ യൂണിറ്റ് ബിറ്റ്. ആപ്ലിക്കേഷൻ ഇതൊരു ജനറലായിട്ട് എങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത്, ഫിസിക്കൽ ലെയർ വരെ എത്തുന്നത്, സോഴ്സ് ചെയ്ത ഡാറ്റ താഴേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലെയറും ഡീൽ ചെയ്യുന്നത് നെയ്ബറിംഗ് ലെയേഴ്സുമായിട്ട് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ട്രാൻസ്പോർട്ട് ലെയർ ആണെങ്കിലോ ആപ്ലിക്കേഷൻ ലെയറുമായിട്ടും നെറ്റ്വർക്ക് ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നെറ്റ്വർക്ക് ലെയറും ട്രാൻസ്പോർട്ട് ലെയറും ഡാറ്റ ലിങ്ക് ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓരോ ലെയറും തൊട്ട് മുമ്പത്തെ ലെയറും താഴത്തെ ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ സപ്പോസ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയണം, ഐ വാണ്ട് ഡൗൺലോഡ് എ വെബ് പേജ് ഫ്രം ദിസ് അഡ്രസ് 192.168.1.1. ഇതൊരു മെസ്സേജാണ്, എൻ്റെ തിങ്ങിൻ്റെ മെസ്സേജ്. അത് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താ ആഡ് ചെയ്യാറ്, ഒരു ഹെഡർ ആഡ് ചെയ്യും. ഹെഡർ എന്ന് വെച്ചാൽ സോഴ്സിൻ്റെ പോർട്ട് ഏതാണ്, ഡെസ്റ്റിനേഷൻ പോർട്ട് എന്താണ്, ഏത് പോർട്ടിലേക്കാണ് ഈ മെസ്സേജ് പോകേണ്ടത്, കിട്ടുന്ന ഡാറ്റ ഏത് പോർട്ട് വഴി റീഡ് ചെയ്യണം, അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഹെഡർ. തൊട്ട് താഴെ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുന്നു. നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ഇതിന് കൂടാതെ നെറ്റ്വർക്ക് ലെയർ ഹെഡർ ആഡ് ചെയ്യും. സോഴ്സിലെ ഐ പി അഡ്രസ് എന്താണ്, 192.168.1.1. ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ് എന്താണ്, 192.168.1.1. ഓക്കെ, ആദ്യത്തെ പോലെ മനസ്സിലാക്കി, ഐ വാണ്ട് ഡൗൺലോഡ് എ വെബ് പേജ് ഫ്രം ദിസ് അഡ്രസ്, ഈ അഡ്രസ്സിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഡെസ്റ്റിനേഷൻ ഐ പി. ഡാറ്റ ലിങ്ക് ലെയർ വരുമ്പോൾ അത് മാക് അഡ്രസ് ആഡ് ചെയ്യും. ഫിസിക്കലി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ അഡ്രസ് എന്താണ് അതുപോലെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇതാണ് ഹെഡർ. യൂണിറ്റ് നോക്കി ആദ്യത്തെ മെസ്സേജ് ആണ്. ഇവിടെ വരുമ്പോൾ സെഗ്മെന്റ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം എന്ന് പറയും. നെറ്റ്വർക്ക് ലെയർ ഒരു പാക്കറ്റ് ആണ്. ഇവിടെ ഒരു ഫ്രെയിം ആണ്. ഇത് ലാസ്റ്റ് ഫിസിക്കൽ ലെയറിലേക്ക് പോകും. ഫിസിക്കൽ ലെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബിറ്റ്സ്. മെറിറ്റ്സ് ഓഫ് TCP/IP മോഡൽ, ഇത് ഇൻഡിപെൻഡന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, സ്കെയിലബിൾ ആണ്, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്, നമ്പർ ഓഫ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് രണ്ട് കമ്പ്യൂട്ടർ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഡീമെറിറ്റ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ ഡസ് നോട്ട് ഗ്യാരണ്ടി ഡെലിവറി പാക്കറ്റ്. TCP UDP രണ്ട് പ്രോട്ടോകോൾ ഉണ്ട്. അടുത്ത ക്ലാസ് എന്താണ് പ്രോട്ടോകോൾ, ഓരോന്നും എന്തൊക്കെ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നതെന്ന് പറയും. ഇത് വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, പ്രോട്ടോകോൾ യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പമല്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർലി സെപ്പറേറ്റഡ് സർവീസസ് ഇന്റർഫേസ് ആൻഡ്